അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിലാണല്ലോ നാം ഉള്ളത്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം, വളരെ പ്രസിദ്ധമായ സൂക്തം, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സർവവിശ്വാസികളെയും അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു, ഓ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് ഫർളാക്കപ്പെട്ടിട്ടുണ്ട്, കൃത്യമായി അത് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മാത്രമല്ല മുൻ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അനുയായികൾക്കും നോമ്പ് ഫർളാക്കപ്പെട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു, അതുപോലെ നിങ്ങൾക്കും അത് ഫർളാണ്. ലഅല്ലക്കും തത്തഖൂൻ, അത് മുഖേന നിങ്ങൾ തഖ്വയുള്ളവരായി അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാകാൻ വേണ്ടി ഒരു പ്രാക്ടീസാണ് പരിശുദ്ധമായ റമദാനിലെ നോമ്പ്. ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങൾ, 5 ഫില്ലറുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നാണ് പരിശുദ്ധമായ റമദാനിലെ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്. നോമ്പിന്റെയും മറ്റു അമലുകളുടെയും പ്രവർത്തനങ്ങളുടെയും പ്രതിഫലം തുല്യമല്ലെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കുല്ലു അമലി ബിനി ആദമ യുളാഅഫ്, മനുഷ്യരുടെ എല്ലാ അമാലുകൾക്കും പ്രവർത്തനങ്ങൾക്കും ധാരാളം ഇരട്ടി പ്രതിഫലം നൽകും. അൽ ഹസനതു അശ്റു അംസാലിഹ, ഒരു നന്മക്ക് 10 മുതൽ ഇലാ 700 ഇരട്ടി വരെ പ്രതിഫലം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഇല്ല സൗമ, നോമ്പ് ഒഴികെ, ഫഇന്നഹു ലീ, അത് എനിക്കുള്ളതാണ്, വ അന അജ്സീ ബിഹി, അഥവാ ഐ ഉജാസി അലൈഹി അളാഫൻ മുളാഅഫതൻ, അത് 700-ൽ നിൽക്കുന്നതല്ല, ധാരാളം ഇരട്ടികൾ അതിന് പ്രതിഫലം ലഭിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി അതിന്റെ നിയമമനുസരിച്ച് നോമ്പ് അനുഷ്ഠിക്കുന്ന സജ്ജനങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് ബാക്കി തുടർന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.